ഇന്ത്യൻ റുപ്പി എന്ന സിനിമയുടെ ചിന്ത ആദ്യമായി രഞ്ജിയേട്ടൻ എന്നോട് പറയുന്നത് മാതൃഭൂമിയുടെ തന്നെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ചാണ്. അന്ന് സത്യത്തിൽ ഈ സിനിമ നിർമ്മിക്കാനിരുന്നത് രഞ്ജിയേട്ടൻ്റെ തന്നെ ബാനറായ ക്യാപിറ്റൽ സിനിമയാണ്. തുടർന്ന് ഈ സിനിമയുടെ പുരോഗമനത്തിനിടയിൽ എന്നോ ഒരിക്കൽ ഇതിൻ്റെ കഥയോടൊരു ഭയങ്കരമായ സ്നേഹം തോന്നുകയും അത്യാവശ്യം കാശുണ്ടാക്കാൻ സാധ്യതയുള്ള സിനിമയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞാൻ രഞ്ജിയേട്ടനോട് ചോദിച്ചു, ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്പനിയുണ്ട് ഓഗസ്റ്റ് സിനിമ എന്ന പേരിൽ, നമ്മൾ ഉറുമി എന്നൊരു സിനിമ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, ഇത് ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ റുപ്പി എന്ന സിനിമ ഓഗസ്റ്റ് സിനിമയുടെ ബാനറിലേക്ക് വരുന്നത്. ഈ സിനിമ ഇതിനോട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയുടെ അതേ ക്വാളിറ്റിയാണ്. കാരണം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചുകൊണ്ട്, നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചുകൊണ്ട് ഒരു വളരെ ഗൗരവമാർന്ന വിഷയത്തെക്കുറിച്ച് ഒരു സിനിമയിലൂടെ വിശകലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവണത അത് പുലർത്തുന്ന സിനിമയാണ് ഇന്ത്യൻ റുപ്പി എന്ന ഈ ചലച്ചിത്രം. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് സമൂഹത്തിൽ ഉടനീളമുള്ള ധനത്തിനോടും ധനികരോടുമൊക്കെയുള്ളൊരു ഫാസിനേഷൻ. ഞാൻ ഈ സിനിമയെ സംബന്ധിച്ച് പല മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു ഉദാഹരണമാണ്, അടുത്തിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നു. ഒരു വലിയ നിധി കുംഭം അവിടെ നിന്ന് കിട്ടി. ആർക്കും തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും വലിയ താല്പര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും താല്പര്യം 1,00,000 കോടി. ഇനി ബി തുറന്നാൽ 1,00,000 കോടി കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫാസിനേഷൻ, മൊത്തത്തിൽ സമൂഹത്തിന് ധനത്തിനോടുള്ളൊരു ഫാസിനേഷൻ, അതിനെ വളരെ സറ്റൈറിക്കലായി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് അതിനെ കളിയാക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നൊരു സിനിമയാണ്. ഇതിൽ ജയപ്രകാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു മലയാള സിനിമ വളരെ സൗകര്യപൂർവ്വം മറന്നുപോയ ഒരു യുവസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. മലയാളത്തിൽ യുവാക്കളുടെ സിനിമ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് കോളേജ് ക്യാമ്പസിനുള്ളിൽ, അതല്ലെങ്കിൽ ഒരു IT പാർക്കിനുള്ളിൽ എന്ന നിലയിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ കേരളത്തിലെ യുവസമൂഹം എന്ന് പറയുന്നത് നമ്മുടെ നഗരവീഥികളിലും അങ്ങാടികളിലും ജീവിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ യുവസമൂഹമാണ് ഭൂരിഭാഗം. ആ യുവസമൂഹമാണ് നാടിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത്. ആ യുവസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ജയപ്രകാശ്. നമ്മളെല്ലാവരെയും പോലെ ഒരു നേരം വെളുക്കുമ്പോൾ ധനികനാകണമെന്നും ഒരു പുലർക്കാലം വരുമ്പോൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവായി കിട്ടണമെന്നും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ അനിൽ അംബാനിയെയും രത്തൻ ടാറ്റയും ഒക്കെ സ്വപ്നം കണ്ട്, എന്നാൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ശൃംഖലയിൽ ഏറ്റവും അവസാനത്തെ ഖണ്ണിയായി ജീവിക്കുന്ന ഒരു വസ്തു വരുമ്പോൾ ഇന്ന വസ്തു വിൽപ്പനയ്ക്കാണ് എന്ന് തനിക്ക് മുകളിലുള്ള ബ്രോക്കർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ നോക്കുകൂലി അല്ലെങ്കിൽ ചൂണ്ടുകൂലി എന്ന് പറയുന്ന കമ്മീഷൻ കൈപ്പറ്റി വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ്റെയും കൂടി കഥയാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ. ആ ചെറുപ്പക്കാരൻ്റെ പ്രണയം, ആ ചെറുപ്പക്കാരൻ്റെ ബന്ധങ്ങൾ, അവൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി വളരെ രസകരമായി നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ റുപ്പി. ഇന്ന് ഈ സിനിമയുടെ മ്യൂസിക് ലോഞ്ച്, എൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സിനിമയ്ക്കും ഇത്രയും ഗംഭീരമായ ഒരു മ്യൂസിക് ലോഞ്ച് ലഭിച്ചിട്ടുണ്ടെന്ന്. അതിന് ഞാൻ നന്ദി പറയേണ്ടത് മാതൃഭൂമിയോടും ക്ലബ് FM-നോടും അതിലൊക്കെ ഉപരി ഈ സായാഹ്നം ഇത്രയും മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളോടുമാണ്.